വേദാന്തപരമായി അഗാധ പാണ്ഡിത്യവും സംഗീതത്തിൽ അനിതര സാധാരണമായ പാരമ്പര്യവുമുള്ള കുടുംബത്തിലാണ് രാമസ്വാമി ജനിച്ചത്. രാമസ്വാമിയുടെ അച്ഛൻ തികഞ്ഞ വേദാന്തജ്ഞാനിയും നല്ലൊരു സംഗീത അഭിരുചിയുള്ള ആളുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ രാമസ്വാമിക്ക് സംഗീതത്തിലാണ് കൂടുതൽ അഭിരുചി ഉണ്ടായിരുന്നത്. അതിനാൽ സംഗീതം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വളരെ പെട്ടെന്ന് സംഗീതത്തിൽ രാമസ്വാമി പ്രശസ്തനായി. പക്ഷേ ഒരു ദൗർഭാഗ്യം അവരെ പിടികൂടി. രാമസ്വാമിക്കും പത്നിയായ സുബ്ബമ്മാളിനും സന്താന സൗഭാഗ്യം ഉണ്ടായില്ല. പൂജാതി കർമ്മങ്ങൾ, ഭജനകൾ, ആരാധനക്രമങ്ങൾ എന്നിങ്ങനെയുള്ള പുണ്യപ്രവർത്തികൾ അവർ നിരന്തരം ചെയ്തു. മനസ്സ് അലിഞ്ഞ് ഈശ്വരനെ പ്രാർത്ഥിച്ചു. അങ്ങനെ വൈത്തീശ്വരൻ കോവിലിലെ ബാലാംബികാദേവി അവർക്ക് പ്രത്യക്ഷയായി. ദിവ്യമായ ഒരു മുത്തുമാല സമ്മാനിക്കുകയും അനുഗ്രഹമായി പറഞ്ഞു, വളരെ ശ്രേഷ്ഠനായ ഒരു കുഞ്ഞ് നിങ്ങൾക്കുണ്ടാവും, അവനാൽ നിങ്ങളെ ലോകമറിയപ്പെടും. കാലങ്ങൾ കഴിഞ്ഞു. 1775 തഞ്ചാവൂരിലെ തിരുവയ്യാറിൽ രാമസ്വാമി സുബ്ബയ്യമ്മാൾ ദമ്പതികളുടെ ഓമനയായിട്ട് ആ ആൺകുഞ്ഞ് ജനിച്ചു. സ്നേഹത്തോടെ അവന് മുത്തു എന്നാണ് അവർ പേരിട്ടത്. ചെറുപ്പത്തിലെ തന്നെ മുത്തു വലിയ പാണ്ഡിത്യം പ്രകടിപ്പിച്ചു. വേദാന്തങ്ങളിലും സംഗീതത്തിലും സകലമാന വിഷയങ്ങളിലും തികഞ്ഞ ജ്ഞാനിയെപ്പോലെ മുത്തു പെരുമാറി. രാമസ്വാമിയുടെ കുടുംബം തിരുവയ്യാറിൽ നിന്നും മദ്രാസിനടുത്തുള്ള മണാലിയിലേക്ക് താമസം മാറ്റിയത്. അവിടെ വെച്ച് രാമസ്വാമിയുടെ ആത്മീയ ഗുരുവായ ചിദംബര യോഗിയുടെ അടുത്ത് മുത്തുവിനെ കൊണ്ടുപോവുകയും അങ്ങനെ ചിദംബര യോഗിയുടെ ശിഷ്യത്വം മുത്തു സ്വീകരിക്കുകയും ചെയ്തു. വളരെ വളരെ ദാർശനികനായ ചിദംബര യോഗി എല്ലാ മേഖലകളിലും ശാസ്ത്രങ്ങളിലും വേദാന്തങ്ങളിലുമെല്ലാം അഗാധ പാണ്ഡിത്യം, സംഗീതത്തിൽ വലിയ അവഗാഹം ഉള്ള ചിദംബര യോഗിയുടെ കൂടെ മുത്തു കാൽനടയായി കാശിയിലേക്ക് യാത്രയായി. ഒരുപാട് ദേശങ്ങൾ, കാലങ്ങൾ അവർ സഞ്ചരിച്ചു. പല പല പുണ്യസ്ഥലങ്ങളിലൂടെ അവർ യാത്രയായി. അങ്ങനെ ഏകദേശം 7 വർഷത്തോളമാണ് ആ യാത്ര തുടർന്നത്. ഹിമാലയ സാനുക്കളിലൂടെ, ഗംഗാ തടങ്ങളിലൂടെ, യമുനാ പുളിനങ്ങളിലൂടെ അവർ നടന്നു. അവസാനം ഗംഗാതീരത്ത് വെച്ച് ചിദംബര യോഗി മുത്തുവിനോട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, എൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. നിനക്ക് നിന്റെ അച്ഛനന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. നിന്നെ കാണാതെ അവർ വല്ലാതെ വിഷമിക്കുന്നു. മുത്തുവിന് വലിയ ദുഃഖമായി അത്. കാരണം തൻ്റെ ആചാര്യൻ്റെ അടുത്തുനിന്ന് പോവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ആചാര്യൻ്റെ വാക്കുകളെ എതിർക്കാനും സാധിക്കുകയില്ലല്ലോ. അവസാനം ചിദംബര യോഗി ഗംഗാ തടത്തിലേക്കിറങ്ങി മുത്തുവിനെ സ്നേഹത്തോടെ വിളിച്ചു. മുത്തു ഗംഗാ നദിയിലേക്കിറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, വളരെ വിചിത്രമായ ഒരു വീണ മുത്തുവിന് ഗംഗാനദിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. തൻ്റെ ആചാര്യൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ച ആ വീണ മുത്തു നെഞ്ചോട് ചേർത്തു. അവിടെ വെച്ച് ചിദംബര യോഗി പറഞ്ഞു, നീ ലോകമറിയുന്ന സംഗീതജ്ഞനായിട്ട് മാറും. ഇനി തിരിച്ചു വീട്ടിലേക്ക് പോകൂ. മുത്തു നോക്കി നിൽക്കെ ആ മഹാനായ യോഗി ഗംഗാനദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. തൻ്റെ ഭൗതിക ശരീരം അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആചാര്യൻ്റെ വിയോഗമോർത്ത് ഒരുപാട് മുത്തു പൊട്ടിക്കരഞ്ഞു. പിന്നെ ഗുരുവര്യൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ അച്ഛനന്മാരുടെ അടുത്തേക്ക് യാത്രയായി. ഒരുപാട് നാളുകൾക്ക് ശേഷം തങ്ങളുടെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. അങ്ങനെയാണ് യാദൃച്ഛികമായിട്ട് മണാലിക്കടുത്തുള്ള തിരുത്തണി എന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയത്. ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വൃദ്ധ ബ്രാഹ്മണൻ പ്രത്യക്ഷനാവുകയും മുത്തുവിനോട് വായ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കണ്ണടച്ച് ധ്യാനലീനനായി പ്രാർത്ഥിക്കുന്ന മുത്തു അറിയാതെ വായ തുറക്കുകയും ആ വായിലേക്ക് കൽക്കണ്ടത്തിൻ്റെ ഒരു കഷ്ണം ആ വൃദ്ധ ബ്രാഹ്മണൻ ഇടുകയും ചെയ്തു. പെട്ടെന്ന് കണ്ണു തുറന്നു മുത്തു. കാരണം താൻ കണ്ടത് സ്വപ്നമാണോ അതോ മിഥ്യയാണോ എന്താണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ കണ്ണു തുറന്നപ്പോൾ കണ്ടത്, പ്രിയപ്പെട്ടവരെ, മയിൽ വാഹനനായി സർവ്വചൈതന്യത്തോടും കൂടി പുഞ്ചിരി തൂകിക്കൊണ്ടു നിൽക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയെയാണ്. മുത്തുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ കഴിഞ്ഞല്ലോ. ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി മുത്തു തൻ്റെ ഗുരുവര്യനാൽ തനിക്ക് ലഭിച്ച ആ മാണിക്യ വീണ നെഞ്ചോട് ചേർത്ത് ആ തിരുത്തണി
സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നടയിലിരുന്ന് ആദ്യമായിട്ട് താൻ നേടിയ പാണ്ഡിത്യമെല്ലാം അവിടെ പ്രവഹിക്കുകയായിരുന്നു. ശ്രീനാഥാദി ഗുരുഗുഹോ ജയതി ജയതി എന്ന കീർത്തനം അവിടെ വെച്ചാണ് എഴുതിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന മുത്തു എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളേവരും അറിയപ്പെടുന്ന, ഈശ്വരതുല്യം ആരാധിക്കുന്ന, സംഗീത ത്രിമൂർത്തികളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതരാണ്. മുത്തുസ്വാമി ദീക്ഷിതർ ആദ്യമായിട്ട് തൻ്റെ കാവ്യസബര്യയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഞാൻ പറഞ്ഞത്. മായാമാളകളുടെ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ കീർത്തനത്തോടുകൂടി പിന്നെ മുത്തുസ്വാമി ദീക്ഷിതർ എന്ന മഹാസംഗീതജ്ഞൻ ലോകമെങ്ങും അറിയപ്പെടുകയായിരുന്നു. എന്തോരം കീർത്തനങ്ങളാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത്. 500-ൽ പരം കൃതികൾ ഇന്ന് നമുക്ക് ലഭ്യമായവയായിട്ടുണ്ട്. വേദാന്തങ്ങളിലും അതുപോലെ ശാസ്ത്രബോധത്തിലുമുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. സംസ്കൃതത്തിലാണ് അദ്ദേഹം കൂടുതലും കാവ്യങ്ങൾ രചിച്ചത്. ഇന്ന് നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട മുത്തുസ്വാമി ദീക്ഷിതരുടെ ഈ കഥ നിങ്ങളുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത് ഒരുപാട് ഐതിഹ്യം നിറഞ്ഞ കഥകളാണ് അദ്ദേഹത്തിനുള്ളത്. പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയില്ല. അത്രമാത്രം ഐതിഹ്യ കഥകൾ മുത്തുസ്വാമി ദീക്ഷിതർ എന്ന മഹാസംഗീതജ്ഞനോട് ഇടചേർന്ന് കിടക്കുന്നു. അതെല്ലാം ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ തീരില്ല. നമുക്ക് ഇനിയും ധാരാളം എപ്പിസോഡുകളായിട്ട് ദീക്ഷിതരെക്കുറിച്ചുള്ള കഥകൾ പറയാം. മഹാസംഗീതജ്ഞനായ മുത്തുസ്വാമി ദീക്ഷിതരെ ഓർത്തു പറയുന്നത്, ചക്രവാകം രാഗത്തിൽ അതിസുന്ദരമായ ഒരു കൃതി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗജാനനയുധം ഗണേശ്വരം എന്ന ആ കൃതി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിലമ്പൂർ മേഖലയിലെ വലിയൊരു സംഗീതജ്ഞനായ സന്തോഷ് മാഷാണ്.
പ്രിയപ്പെട്ടവരെ, ചക്രവാകം രാഗത്തിൻ്റെ മധുരമയാർന്ന വയലിൻ വാദനവും ആലാപനവും സന്തോഷ് മാഷിൻ്റെയും കുട്ടികളുടെയും നിങ്ങൾ കേട്ടുവല്ലോ. ഈ എപ്പിസോഡും ഈ കീർത്തനവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.